സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ കൃപയെ കാണാൻ വന്നെറിഞ്ഞ കൺമണി ഞെട്ടാണ്. പിന്നീട് മാനസ അലികയിൽ എത്തുന്നുണ്ട്. അലികയിൽ എത്തിയ മാനസയെ വിദ്യ എല്ലാ ശത്രുതയും ഉള്ളിൽ വെച്ച് ചിരിച്ചുകൊണ്ട് വരവേൽക്കുകയാണ് കേട്ടോ. വിദ്യയാണെങ്കിൽ കൺമണിയെ മാനസ ശത്രുവായി കാണാൻ വേണ്ടി മാനസയുടെ അടുത്ത് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാഡത്തിന്റെ GM പോസ്റ്റ് വൈകാതെ തെറിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ വിദ്യ. ഇത് കേട്ട് മാനസ ആകെ ഷോക്കാവാണ്. തുടർന്ന് കൺമണിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വിദ്യ മാനസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാനസയ്ക്ക് ആദ്യം കൺമണിയോട് തോന്നിയിരുന്ന കുശുമ്പും ദേഷ്യവും അതോടുകൂടി ഇരട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിദ്യ കൺമണിയെ തോൽപ്പിക്കാൻ തനിക്ക് കൂട്ടാകുമെന്ന് മാനസയും, കൺമണിയെ തോൽപ്പിക്കാൻ മാനസ തനിക്ക് കൂട്ടാകുമെന്ന് വിദ്യയും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യയും മാനസയും പരസ്പരം കൈകൊടുക്കുകയാണ് കേട്ടോ. അതേസമയം മാനസ കൺമണിയെ ചീഫ് ഡിസൈനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല അലികയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് വാക്കു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ച് സന്തോഷത്തോടെ മാനസ അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് കൃഷ്ണ എത്തി സാഗറുമായിട്ട് വഴക്കിടാണ്. ബലരാമൻ കൃപയെ വന്ന് കണ്ട കാര്യം അവൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് കൺമണി തന്നെയായിരിക്കും. കള്ളനെയാണോ നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് കൃഷ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സാഗറിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സാഗർ കൃഷ്ണനോട് കൈയൊക്കെ ഉയർത്തി എന്തോ സംസാരിക്കുന്നുണ്ട്. കൃഷ സുജയോടും ദേഷ്യപ്പെടുമ്പോൾ നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഇതേസമയം വളരെ കുപിതനായിക്കൊണ്ട് മേലാൽ ഈ വീട്ടിൽ കയറിപ്പോകരുതെന്ന് ബലരാമൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ. പിന്നീട് വിദ്യയുടെ അടുത്ത് നിന്ന് പോയ മാനസ തന്നെ സഹായിച്ച കാര്യവും തന്റെ ആത്മാർത്ഥ സുഹൃത്താണ് കൺമണി എന്ന് പറഞ്ഞ കാര്യമൊക്കെ മറന്ന് വെറും അസൂയയുടെ പേരിൽ കൺമണിയെ വിരട്ടുകയാണ്. നാളെ രാവിലെ നീ ജോലി പൂർത്തിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ നീ അലികയിൽ കാണില്ല എന്ന ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട്. അത് മാനസ ഏത് വർക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും അവൾ കൺമണിയെ കെട്ടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ നീ അലികയിൽ കാണില്ലെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് കൺമണി ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് കേട്ടോ.